അബദ്ധമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. നിങ്ങളുടെ വിഷയം നഗരസഭയും അധികാരമാണോ അതോ ജനങ്ങൾക്ക് നല്ല സ്റ്റേഡിയം കിട്ടുവാണോ? ജനങ്ങൾക്ക് സ്റ്റേഡിയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങൾ അവിടെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ സംഘാടക സമിതി കള്ളത്തരമല്ലേ ഇത്? അവിടുത്തെ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജനറൽ ആശുപത്രി നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇലക്ഷൻ എടുത്തപ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അതിനു വേണ്ടിയിട്ടല്ല ഇത്. അബാൻ മേൽപ്പാലം 4 വർഷക്കാലമായി അബാൻ മേൽപ്പാലം പണി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. മാരാമൺ പാലം പണി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. എന്നിട്ട് ഇലക്ഷൻ നടത്തപ്പോൾ ഇലക്ഷന്റെ വിജ്ഞാപനം പുറത്തിറക്കാൻ ശ്രമിച്ചപ്പോൾ വ്യാജമായ ഒരു ഉദ്ഘാടനം നടത്താൻ ശ്രമിക്കുന്നു. ഈ ഉദ്ഘാടനത്തിനെതിരെ, ഈ തട്ടിപ്പിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾ കല്ലിട്ടുണ്ടെങ്കിൽ പണിയുവാനും UDF അറിയാൻ കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ശ്രീ സക്കീർ ഹുസൈന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ കൗൺസിൽ അത് നടത്താതിരിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടു ആ നടപടി സ്വീകരിക്കാൻ വേണ്ടി. നഗരത്തിന്റെ അവസ്ഥയെല്ലാം തരിപ്പണമായില്ലേ? അബാൻ മേൽപ്പാലം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ? അവിടുത്തെ കച്ചവടക്കാർ കടന്ന് കഷ്ടപ്പെടുകയല്ലേ? അതിൽ കൂടി റോഡിൽ കൂടി വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നു. നഗരസഭാ പ്രദേശത്തെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയല്ലേ? ഇതൊക്കെ മന്ത്രി കാണണ്ടേ? ഇപ്പോൾ തന്നെ ഓരോ ആശുപത്രിയിലും പോയി കഴിഞ്ഞാൽ കത്രിക ഇപ്പൊ തയ്യക്കാർക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഓപ്പറേഷൻ നടത്തിയാൽ മതി. ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ കത്രിക കിട്ടും. ആ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. എന്തൊരു നാണം കെട്ട വിരോധാഭാസമാണ് ഈ മന്ത്രി ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ഒരു സംഘാടക സമിതി വിളിച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സംഘാടക സമിതി? ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിച്ചതിന് ശേഷം വേണ്ടേ ഇതിന്റെ ഉദ്ഘാടനം നടത്തുവാൻ? ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ഇടതുപക്ഷ ഭരണം ജനങ്ങളെ ആകമാനം ദ്രോഹിക്കുന്ന നടപടിയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ കൂടി ഇത് അറിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ സംഘാടക സമിതി. ഞങ്ങൾ ആരെയും അടിക്കാൻ വന്നതല്ല, ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ വന്നതല്ല, ഞങ്ങൾ ആരെയും ദ്രോഹിക്കാൻ വന്നതല്ല. ഞങ്ങൾ പറയുന്നത് പോലും കേൾക്കുവാൻ മന്ത്രി തയ്യാറാകുന്നില്ല. ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ, SFIയുടെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണോ ജനാധിപത്യം? അതിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിവേഗം പുരോഗമിക്കുന്നു. അതിൽ നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? അതാരും വിചാരിച്ചാലും പൂർത്തീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഏതൊരു ഗവൺമെന്റ് വിചാരിച്ചാലും പൂർത്തീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ എല്ലാ അധികാരവും പോയില്ലേ? 13 ഏക്കർ സ്ഥലത്തിന്റെ അധികാരം പോയില്ലേ? അവിടെ ഇനിയും ആളുകൾക്ക്, ഈ ജനങ്ങൾക്ക് ഈ സ്റ്റേഡിയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഞങ്ങൾക്ക് ജനങ്ങളുടെ പ്രശ്നമാണ് വലുത്. അതുകൊണ്ടാണ് ഈ കപട ഉദ്ഘാടനം നടത്തുന്നത് ഞങ്ങൾ പറയുന്നത്. ഈ കപട ഉദ്ഘാടനം നടത്താതെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനം ചെയ്യണം. കപട ഉദ്ഘാടനം വെച്ചാൽ ആ സ്റ്റേഡിയത്തിന്റെ പണികൾ ഒന്നും എത്തിയിട്ടില്ല, ഇപ്പോഴും വെട്ടി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ തവണ ഇവർ ചെയ്തതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ട് ഒരു ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇതിനെതിരെയായിട്ടാണ് ഞങ്ങൾ പ്രതിഷേധം. ഈ പ്രതിഷേധം ശക്തമായ രീതിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. ഈ കപട ഉദ്ഘാടന മാമാങ്കത്തിന് എതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും, പ്രതികരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ആശുപത്രിക്ക് ജനറൽ ആശുപത്രി വിട്ടുകൊടുക്കുന്നതിനുള്ള പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. പത്തനംതിട്ടയിൽ YMCA ഹാളിൽ നടന്ന മന്ത്രിയുടെ പരിപാടിയിലാണ് പ്രതിഷേധം. ഇപ്പോൾ മന്ത്രി നേരത്തെ സംസാരിച്ചിരുന്നു. മന്ത്രി പ്രതിഷേധക്കാർക്കെതിരെ സംസാരിച്ചപ്പോൾ ഇപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ചില പ്രവർത്തകർ കൂകി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ. UDFന്റെ പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. UDFന്റെ പ്രതിഷേധത്തോടൊപ്പം മറുഭാഗത്ത് ഇടതുമുന്നണി പ്രവർത്തകരുമുണ്ട്. അവർ പ്രതിഷേധിക്കുന്ന UDF പ്രവർത്തകരോട് ഊക്കിടുന്നുണ്ട്. അയാൾ മേൽപ്പാലം അയാൾ ആദ്യം 5 ലക്ഷം രൂപ മേടിച്ച് തിരിച്ചു തരാൻ പറ. വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഉടനെ നടക്കും. 27-ാം തീയതി ഉദ്ഘാടനം ചെയ്യും. മുഴുവൻ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഉടനെ മുഖ്യമന്ത്രി നടത്തും. അതിന് ചേരുന്ന സംഘാടക സമിതിയാണ് ഇവിടെ. അതുമായി ബന്ധപ്പെട്ട് ചേരുന്ന പൂർത്തിയായ പദ്ധതികൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പിന്നെന്തിനാ വളച്ചുകെട്ടി ചോദിക്കുന്നത്? നിങ്ങൾ കാണുന്നതല്ലോ. സ്റ്റേഡിയത്തിനെ എതിർത്തവരാണല്ലോ. അവർ ആന്റോ സ്റ്റേഡിയം എന്ത് തടഞ്ഞ സ്റ്റേഡിയം എന്തോ ഈ 10 വർഷം നടക്കുന്ന പൂർത്തിയായ പദ്ധതി നിങ്ങൾ കണ്ടില്ലേ? സ്റ്റേഡിയത്തിന്റെ പണി നടന്നിരിക്കുന്നില്ലേ? 90% പണി പൂർത്തിയായ തടഞ്ഞവരല്ലേ നിങ്ങൾ? ഇവർ തടഞ്ഞവരല്ലേ? ഇവർ തടയാൻ പോയവരല്ലേ? ഇവിടെ 24 മണിക്കൂർ സത്യാഗ്രഹം വരുന്ന നാടായത്. ഒരു കാര്യവും ചെയ്യാതെ ഒരു ഇൻഡോർ സ്റ്റേഡിയം. നഗരത്തിലെ നിരവധിയായ പദ്ധതികൾ, ഈ പറയുന്ന BMMBC റോഡുകൾ, മുഴുവൻ റോഡുകൾ, അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ, നിരവധി സർക്കാർ ഓഫീസുകൾ ഇവിടുന്ന് പോകുന്നൊരു ചരിത്രം ഉണ്ടായിരുന്നു. എത്രയോ
മന്ത്രിയുടെ കാലത്ത് നിരവധിയായ കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതിനെപ്പറ്റി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സൂചിപ്പിക്കും. പൂർത്തിയായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് അതുപോലുണ്ട്. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് അല്ല, മുനിസിപ്പാലിറ്റി റോഡുകൾ നാട്ടുകാർക്ക് വേണ്ടിയല്ലേ? റോഡുകൾ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ ഇങ്ങനെ പലതും ചോദിക്കും. നാട്ടിൽ പൂർത്തിയാക്കുന്ന ഓരോ പദ്ധതിയും ഈ നാട്ടിലെ പൊതുജനത്തിന് വേണ്ടിയുള്ളതാ അല്ലേ? റോഡുകൾ പൊതുജനത്തിന് വേണ്ടിയല്ല ഉണ്ടാക്കിയേക്കുന്നേ. അപാലമാനത്തിന് പണി നടക്കുന്നുണ്ടല്ലോ. അതിന്റെ 18 മാസം കൊണ്ട് ഞാൻ കേസുകൾ അതിനെപ്പറ്റിയൊക്കെ മിനിസ്റ്റർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പദ്ധതികളെല്ലാം പൂർത്തിയാക്കുമ്പോൾ ഒരു പദ്ധതിയും ജനത്തിന് വേണ്ടി LDF ഗവൺമെന്റ് നടപ്പാക്കിയ ഒരു പദ്ധതി നടപ്പാക്കാണ്ടിരിക്കത്തില്ല. എല്ലാ വികസനം അങ്ങനെയാണ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്.